നമസ്കാരം. മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. കേരളം ഉറ്റുനോക്കുന്ന നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രം. അന്തിമ വിധി പ്രഖ്യാപനം ഡിസംബർ 8-ന്. 27 തവണ മാറ്റിവെച്ച കേസിന്റെ വിധിക്ക് വേണ്ടി സിനിമാ ലോകവും ഉറ്റുനോക്കുകയാണ്. നടൻ ദിലീപിന്റെ ഭാവി നിർണയിക്കുന്ന വിധി കൂടിയാണ് വരാനിരിക്കുന്നത്. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. കേസിന് ആസ്പദമായ സംഭവം നടന്ന വേളയിൽ ദിലീപ് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിലേക്ക് അന്വേഷണം എത്തിയത്. 2017 ഫെബ്രുവരി 17-ന് രാത്രി നടിക്ക് നേരിട്ട ക്രൂരതയെ സംബന്ധിച്ച് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് മറച്ചുപിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റു പേരുകൾ നൽകിയത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ദിൽക്ക എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത്. ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപ് ആണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷന് കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണ് ഇതെല്ലാമെന്നും ദിലീപ് വാദിച്ചു. ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിനും നടിയൊരു കാരണമല്ലെന്നും ദിലീപ് വാദിച്ചു. 2012-ൽ തന്നെ മഞ്ജു വാര്യർ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരുന്നുവെന്നും പ്രോസിക്യൂഷന്റെ വാദത്തിലുണ്ട്. ദിലീപിന്റെ ഫോണിൽ വന്ന മെസ്സേജിലൂടെയാണ് ഇക്കാര്യം അറിയുന്നത്. മറ്റു പേരുകളിൽ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം നടിയെ പോയി കാണുകയായിരുന്നു. തുടർന്ന് നടി ഇക്കാര്യം പറയുകയും ചെയ്തുവെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളിലൂടെ കടന്നുപോയതായിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ. വിസ്താരണത്തിനിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ആകെ 9 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് 6 പേരാണ്. പൾസർ സുനി എന്ന സുനിൽകുമാർ, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ് VP, വടിവാൾ സലീം എന്ന സലീം, പ്രദീപ്, ചാർലി തോമസ്, ദിലീപ്, സനൽകുമാർ. പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള 6 പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. 7ാം പ്രതി ചാർലി തോമസിനെതിരെ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നടനും നിർമ്മാതാവുമായ ദിലീപാണ് പട്ടികയിലെ 8ാമൻ. കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമാണ് ദിലീപിനെതിരെയുള്ളത്. 9ാം പ്രതി സനൽകുമാറിനെതിരെ പ്രതികളെ ജയിലിൽ സഹായിച്ചു, അപ്പുണ്ണിയുമായും നാദൃഷയുമായും ഫോണിൽ സംസാരിക്കാൻ സഹായം നൽകി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. 2017 ഫെബ്രുവരി 17-ന് ഷൂട്ടിങ്ങിന് ശേഷം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അതിജീവിത കാറിൽ സഞ്ചരിക്കവേ ആക്രമിച്ചെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10-നാണ് അറസ്റ്റ് ചെയ്യുന്നത്. 85 ദിവസത്തിന് ശേഷം 2017 ഒക്ടോബർ 3-നാണ് പിന്നീട് ഉപാധികളോടെ ജാമ്യം ലഭിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ ഡിസംബർ 8-ന് വിധി പറയുക. കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ആദ്യഘട്ടത്തിൽ ദിലീപിനെ പ്രതി ചേർത്തിരുന്നില്ല. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10-നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് 2 മാസത്തിന് ശേഷം ഒക്ടോബർ 3-ന് ദിലീപിന് ജാമ്യം ലഭിച്ചു. 2017 ഫെബ്രുവരിയിലാണ് പൾസർ സുനി പിടിയിലാകുന്നത്. ഇയാൾക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ആദ്യം 7 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകിയിരുന്നുവെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. നടിക്ക് നേരിട്ട ക്രൂരതയെ സംബന്ധിച്ച് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുകയായിരുന്നു നടി. അങ്കമാലിയിൽ അക്രമികളിൽ ചിലർ നടിയുടെ വാഹനം കാത്തുനിന്നിരുന്നു. കാർ കടന്നുപോയതോടെ അവർ ടെമ്പോ ട്രാവലറിൽ പിന്തുടർന്നു. നെടുമ്പാശ്ശേരിയിലെ അത്താണിയിൽ എത്തുന്നതിന് മുൻപ് നടിയുടെ കാറിൽ ടെമ്പോ ട്രാവലർ ഇടിച്ചു. ഇത് മനഃപൂർവ്വമുള്ള നീക്കമായിരുന്നു എന്ന് പോലീസ് പറയുന്നു.
കാർ ഡ്രൈവറും ട്രാവലറിലുണ്ടായിരുന്നവരും അവിടെ നേരിയ തർക്കമുണ്ടായി. ഇതിനിടെയാണ് നടി ഇരുന്ന സീറ്റിലേക്ക് അക്രമികൾ ഇടിച്ചു കയറിയത്. കാർ വീണ്ടും കുതിച്ചു, പിന്നാലെ ട്രാവലറും. ക്രൂരകൃത്യത്തിന് ശേഷം അക്രമികൾ രക്ഷപ്പെട്ടു. നടിയും ഡ്രൈവറും എത്തിയത് കൊച്ചിയിലെ മുതിർന്ന നടന്റെ വീട്ടിലേക്ക്. ഇവിടെ നിന്നാണ് തൃക്കാക്കര MLA ആയിരുന്ന PT തോമസിനെ അറിയിക്കുന്നത്. അക്രമികളെ ഒരിക്കലും വെറുതെ വിടരുതെന്നും ധൈര്യപൂർവ്വം മുന്നോട്ടു പോകണമെന്നും PT തോമസ് നടിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഉന്നത പോലീസ് ഓഫീസറെ വിളിച്ച് സംഭവം പറഞ്ഞു. നടിയുടെ ഡ്രൈവറുടെ മൊഴി പോലീസിന്റെ സംശയത്തിനിടയാക്കി. രക്ഷപ്പെടാനുള്ള പ്രതികളുടെ നീക്കം പോലീസ് തടഞ്ഞു. ഒടുവിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ പ്രതികളെ ബലമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റു പ്രതികളെയും പോലീസ് പിടികൂടി. അതുവരെ ഒരു ലൈംഗിക അതിക്രമ കേസ് മാത്രമായി കണ്ടിരുന്ന സംഭവം അധികം വൈകാതെ രൂപം മാറി. കൊട്ടേഷൻ പ്രകാരമാണ് ആക്രമണം നടന്നത് എന്നായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്തു. ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. 83 ദിവസത്തിനു ശേഷം ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം നൽകിയപ്പോഴാണ് ദിലീപിന് പുറത്തിറങ്ങാനായത്. അപ്പോഴേക്കും സിനിമാ മേഖലയിലുള്ളവർ രണ്ട് ചേരിയായിരുന്നു. ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ WCCയുടെ പിറവിക്ക് കാരണമായ സംഭവം ഇതാണ്. ഹേമ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായതും നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെയാണ്. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. മൊത്തം 10 പ്രതികളാണ് കേസിലുള്ളത്. എല്ലാവരോടും ഡിസംബർ 8 വിധി പറയുന്ന ദിവസം കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തങ്ങളുടെ വാദങ്ങൾ സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചോ എന്ന് 8ാം തീയതി അറിയാം. വിധി വന്നാലും കേസ് അവസാനിച്ചേക്കില്ല. അപ്പീൽ ഹർജികൾ മേൽക്കോടതികളിൽ എത്തുമെന്നാണ് കരുതുന്നത്. പൾസർ സുനി ജയിലിൽ നിന്ന് നടത്തിയ നീക്കങ്ങളാണ് അന്വേഷണം ദിലീപിലേക്ക് എത്തിച്ചത്. ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്തെങ്കിലും അതേ വർഷം ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 3 വരെ ആലുവ സബ് ജയിലിലായിരുന്നു ദിലീപ്. ഹൈക്കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത്. പിന്നീട് ജാമ്യ വ്യവസ്ഥകൾ പലപ്പോഴായി ഇളവ് ചെയ്തു. കേസിൽ ജാമ്യം ലഭിക്കാതെ 7 വർഷം ജയിലിൽ കിടന്ന പൾസർ സുനി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ഇയാൾ പലപ്പോഴും മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണവും ദിലീപിനെ കൂടുതൽ വെട്ടിലാക്കുകയായിരുന്നു. കേസിന്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെ വെട്ടിലാക്കിയ വെളിപ്പെടുത്തൽ നടത്തിയത്. അതോടെ വീണ്ടും വിശദമായ അന്വേഷണം വേണ്ടി വന്നു. പ്രതികൾ ഉപഹർജികളുമായി നിരന്തരം കോടതിയെ സമീപിച്ചതും വിചാരണ വൈകാൻ കാരണമായി. നടിയുടെ അഭ്യർത്ഥന പരിഗണിച്ച് അടച്ചിട്ട മുറിയിലായിരുന്നു വിചാരണ നടപടികൾ. കേസ് വൈകിപ്പിക്കാൻ മനഃപൂർവ്വമുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ജഡ്ജിക്കെതിരെ പോലും ഒരു ഘട്ടത്തിൽ വിമർശനം ഉയർന്നു. കേസിലെ നിർണായകമായ മെമ്മറി കാർഡ് അധികൃതരുടെ കസ്റ്റഡിയിൽ ഇരിക്കെ തുറന്നു എന്ന ആരോപണവും ഉണ്ടായി. ആക്രമിക്കപ്പെട്ട നടി രാഷ്ട്രപതിക്ക് കത്തയച്ച സംഭവം ഉണ്ടായി. ഇതെല്ലാം ഈ കേസിനെ വ്യത്യസ്തമാക്കി. 8 വർഷം തികയാൻ പോകുന്ന വേളയിലാണ് വിചാരണ പൂർത്തിയാകുന്നത്. വിധി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതി പലതവണ സമയപരിധി നിശ്ചയിച്ചിട്ടും നടപടികൾ കഴിഞ്ഞിരുന്നില്ല. നടൻ ദിലീപ് ആക്രമിക്കപ്പെട്ട നടി, കേരള പോലീസ് എന്നിവർക്കെല്ലാം വിധി നിർണായകമാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.